ഒരു ഗ്രാമത്തിൽ അലസനായ ഒരു ബാലനുണ്ടായിരുന്നു. ഒരു പ്രഭാതത്തിൽ അവൻ്റെ മുത്തച്ഛൻ ഒരു കുടം അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അല്പം ദൂരെയുള്ള ഒരു പുഴയിൽ നിന്നും വെള്ളം നിറച്ച് സൂര്യൻ തലയ്ക്ക് മീതെ എത്തുന്നതിനു മുമ്പ് മടങ്ങിയെത്തണമെന്നാവശ്യപ്പെട്ടു. അവൻ കുടവുമായി പുറപ്പെട്ടു. മാർഗമധ്യേ അവൻ തൻ്റെ കുറച്ച് സ്നേഹിതരെ കാണുകയും അവരുമായി കളിക്കുവാനിടയാവുകയും ചെയ്തു. എല്ലാവരും കൂടിയുള്ള കളിയും പുഴയിലുള്ള കുളിയും കഴിഞ്ഞപ്പോഴേക്കും സമയം വളരെ കടന്നുപോയി. സൂര്യൻ തലയ്ക്ക് മീതെ എത്തിക്കഴിഞ്ഞിരുന്നു. വേഗത്തിൽ അവൻ കുടത്തിൽ വെള്ളം നിറച്ച് വീട്ടിലേക്കോടി. പക്ഷെ വേഗത്തിലോടിയതിനാൽ കുടത്തിലെ വെള്ളം അധികവും തൂകിപ്പോയി. ഭവനത്തിലെത്തിയപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, വെള്ളം തൂകാത്ത വിധം സാവകാശം വരുവാൻ ആവശ്യമായ സമയം നിനക്കുണ്ടായിരുന്നു. നീ ആ സമയവും അവസരവും പാഴാക്കി. അതുമൂലം നീ ധൃതിയിൽ ഓടേണ്ടി വരികയും വെള്ളമെല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. ഇത് അനേകരുടെയും ജീവിതാനുഭവമാണ്. ഉത്തരവാദിത്വങ്ങൾ വിസ്മരിച്ച് എത്ര സമയമാണ് നാം പാഴാക്കുന്നത്. പിന്നീട് സമയം പോയാലോ എന്ന് കരുതി വളരെ ധൃതിയിൽ ജോലികൾ ചെയ്യും. തന്മൂലം വേണ്ടും പോലെ ഒന്നും ചെയ്യുവാൻ കഴിയാതെയും ആകും. എന്നാൽ ഉത്തരവാദിത്വം വിസ്മരിച്ച് വിനോദങ്ങളിൽ രസിച്ച് ജീവിതം നയിക്കുന്നവർ പ്രതിസന്ധികൾ വരുമ്പോൾ അവയെ നേരിടുവാൻ കഴിയാതെ തളർന്നു പോകും. ആരുടെയും ജീവിതത്തിൽ ഒരു മുൻഗണനാക്രമം അനിവാര്യമാണ്. അങ്ങനെ മുൻഗണനാക്രമം അനുസരിച്ച് ജീവിക്കുവാൻ കഴിയില്ലെങ്കിൽ ജീവിതം വിനാശകരമായി ഭവിക്കും. വളരെ ശ്രദ്ധയോടെ ജീവിക്കാൻ നമുക്ക് നമ്മെ പുനഃപ്രതിഷ്ഠിക്കാം. മടിയ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു എന്ന് ബൈബിളിൽ പ്രതിപാദിക്കുന്നു.